ചാനൽ റിയ വ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുട്ടപ്പഴം, അതായത് എഗ് ഫ്രൂട്ട്. മുട്ടപ്പഴത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. മുട്ടപ്പഴം അഥവാ കാനിസ്റ്റൽ, എഗ് ഫ്രൂട്ട് എന്നും ഇതിന് വിളിപ്പേരുണ്ട്. മൂത്ത് പഴുത്ത ഈ പഴത്തിന് പുഴുങ്ങിയ കോഴിമുട്ടയുടെ മഞ്ഞക്കരുവിന്റെ ആകൃതിയും രൂപവുമാണ്. അങ്ങനെയാണ് ഈ പഴത്തിന് മുട്ടപ്പഴം എന്ന വിളിപ്പേര് വന്നത്. സപ്പോർട്ടിന്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണ് മുട്ടപ്പഴത്തിൻ്റെത്. നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഈ പഴത്തിന് വേണ്ടത്ര പ്രാധാന്യമോ പരിഗണനയോ ആരും നൽകുന്നില്ല. മലേഷ്യയാണ് മുട്ടപ്പഴത്തിന്റെ ജന്മദേശം. മുട്ടപ്പഴത്തിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കരോട്ടിൻ, നിയാസിൻ, കൂടാതെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് മുട്ടപ്പഴം. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഓർമ്മശക്തി കൂട്ടാനും ഈ പഴത്തിന് ആകുന്നു. പഞ്ചസാരയാണ് മുട്ടപ്പഴത്തിലെ മുഖ്യ ഘടകം. ഉയർന്ന തോതിലുള്ള ധാന്യത്തിന്റെ അളവ് ഈ പഴത്തെ ഊർജത്തിന്റെ ഉറവിടമാക്കുന്നു. കൊഴുപ്പിന്റെ അംശം കുറവായതിനാൽ ഹൃദ്രോഗികൾക്കും രക്തസമ്മർദ്ദം ഉള്ളവർക്കും വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ആന്തരിക വീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ പഴത്തിനുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ് മുതലായ ധാതുക്കളും നാരുകളും ജീവകങ്ങളാലും സമ്പുഷ്ടമാണ് മുട്ടപ്പഴം. ധാരാളം പ്രോട്ടീനുകളും ഫൈബർ കണ്ടന്റുകളും അടങ്ങിയതുകൊണ്ട് ദഹന പ്രക്രിയക്കും രക്തത്തിലെ ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ചു പോരാനും ഈ പഴത്തിന് സാധിക്കുന്നു. ഏകദേശം 4 വർഷം കൊണ്ട് വളർന്നു കായ്ഫലം തരുന്ന ചെറിയ വൃക്ഷമാണ് മുട്ടപ്പഴത്തിൻ്റെത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നല്ലവണ്ണം പടർന്നു പന്തലിച്ച് തണലും ഫലവും തരുന്ന ഇതിനെ നാം ഗൗനിക്കാറില്ല. മരത്തിൽ നിന്നും മൂപ്പെത്തി പഴുത്ത പഴത്തിന് രുചിയുണ്ടാവുകയുള്ളൂ. വളരെ കട്ടി കുറഞ്ഞ തൊലിയോട് കൂടിയ ഈ പഴം കൊണ്ട് പല റെസിപ്പികളും ഉണ്ടാക്കാം. ഈ പഴത്തിന് ചിക്കുവിനോട് സാദൃശ്യം ഉള്ളതുകൊണ്ട് യെല്ലോ ചിക്കു എന്ന അപരനാമത്തിലും ഇത് അറിയപ്പെടുന്നു. മരത്തിൽ നിന്നും മൂപ്പെത്താതെ പതിച്ചെടുത്ത കായ്ക്ക് കറയും ചമർപ്പ് രുചിയും ആയിരിക്കും. പാകമായി പഴുത്ത മുട്ടപ്പഴം വിണ്ട് കീറി താഴെ വീണാൽ ഒടിഞ്ഞു പോകും. ഇതിന്റെ രുചിയും മണവും മിക്കവർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ പഴത്തോട് ഇത്ര അവഗണന. വാണിജ്യാടിസ്ഥാനത്തിൽ ആരും ഇതിനെ കൃഷി ചെയ്തു കണ്ടിട്ടില്ല. മുട്ടപ്പഴം കൊണ്ട് ജ്യൂസ് തയ്യാറാക്കുമ്പോൾ കോഫി പൗഡർ, ചോക്ലേറ്റ്, വാനില പൗഡർ എന്നിവ ചേർത്ത് സ്വാദിഷ്ടമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 അക്ഷരം തരും. അതിൽ ആളെന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതേപോലെ നല്ല വീഡിയോസുമായി പിന്നെയും കാണാം. ബൈ.